ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ക്ലാസ് 9 SS1 ചാപ്റ്റർ 4 നിന്നും 2024-25 അക്കാഡമിക് ഇയറിൽ ഫസ്റ്റ് ടൈമിന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയിലെ 7ാം പട്ടികയിൽ ഉൾപ്പെട്ട വിവിധ ലിസ്റ്റുകളുമായി ബന്ധപ്പെട്ട ചില പ്രസ്താവനകൾ ചുവടെ നൽകിയിരിക്കുന്നു. ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ഒന്ന് വായിച്ചു നോക്കാം. വിദേശകാര്യം, പ്രതിരോധം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. റെയിൽവേ, പോലീസ് തുടങ്ങിയവ സമവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. കൃഷി, ജയിൽ തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയവ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്നു. ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ABCD. ഇതിൽ 2 പ്രസ്താവനകൾ ശരിയാണ്. ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ 70 അധികാര വിഭജനം 7ാം പട്ടികയിൽ എന്ന ടോപ്പിക്കിൻ്റെ ഉള്ളിലാണ്. അവിടെ നമുക്ക് കാണാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നത് വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം തുടങ്ങിയവ. സംസ്ഥാന ലിസ്റ്റിൽ വരുന്നത് കൃഷി, ജയിൽ, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ. സമവർത്തി ലിസ്റ്റിൽ വരുന്നത് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അവശേഷിക്കുന്ന അധികാരങ്ങൾക്ക് ഉദാഹരണം ഒരെണ്ണം തന്നിട്ടുണ്ട്. ഏതാണത്? സൈബർ നിയമങ്ങൾ. സോ ശരിയായ പ്രസ്താവനകൾ ഇതിൽ ഏതൊക്കെ വരും? പ്രസ്താവന 1ഉം 3ഉമാണ് വരുന്നത്. 1ഉം 3ഉം വരുന്ന ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. അപ്പോൾ നമ്മുടെ ആൻസർ ഓപ്ഷൻ സി. അടുത്തത് ഒരു 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ ഏതെങ്കിലും 3 സവിശേഷതകൾ സൂചിപ്പിക്കുക. ഇതിൻ്റെ ആൻസർ കിടക്കുന്നത് പേജ് നമ്പർ 69ലാണ്. ഫെഡറലിസത്തിൻ്റെ അടിസ്ഥാന സവിശേഷതകൾ കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. താഴെ ഒരു 9 പോയിൻറ്സും കൂടെ തന്നിട്ടുണ്ട്. അതും കൂടെ നോക്കാം. കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ, കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്, സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ, അർദ്ധ ഫെഡറൽ സംവിധാനം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഒരു 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളിൽ ഏതെങ്കിലും 4 എണ്ണം പട്ടികപ്പെടുത്തുക. ഇതിൻ്റെ ആൻസർ പേജ് നമ്പർ 66-67ലായിട്ടാണ് കിടക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ സവിശേഷത ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. 2 പാർലമെൻ്ററി ജനാധിപത്യം. 3 ദൃഢവും അയവുള്ളതുമായ ഘടന. 4 മൗലികാവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. 5 മാർഗനിർദ്ദേശക തത്വങ്ങൾ. 6 ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ. 7 ശക്തമായ കേന്ദ്ര ഗവൺമെൻറ്റോട് കൂടിയ ഫെഡറലിസം. 8 സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. 9 സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതിലേതെങ്കിലും 4 എണ്ണം എഴുതാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്